വെൽക്കം ടു ഹാപ്പി ലൈഫ് ടി വി. ഭാര്യയും ഭർത്താവും പരസ്പരം സെക്യൂരിറ്റി ഓഫീസർമാരാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയ്ക്ക് ആവശ്യമായ സെക്യൂരിറ്റി കൊടുക്കേണ്ടത് ഭർത്താവും, ഭർത്താവിന് ആവശ്യമായ സെക്യൂരിറ്റി കൊടുക്കേണ്ടത് ഒരു ഭാര്യയുമാണ്. പലപ്പോഴും ഈ സെക്യൂരിറ്റി വിഷയത്തിൽ വയലേഷൻ നടക്കുമ്പോഴാണ് പരസ്പരമുള്ള വിശ്വാസം തകരുന്നത്. സ്വന്തം ഭാര്യയുടെ ഏത് തരത്തിലുമുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഒരു ഭർത്താവ് ലോകത്ത് മറ്റൊരാളോടും അത് പറയാൻ പാടില്ല. ഭർത്താവിന്റെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഒരു ഭാര്യ ലോകത്ത് മറ്റൊരാളോടും അത് സംസാരിക്കുവാൻ പാടില്ല. സ്വന്തം ഇണയുടെ പ്രശ്നങ്ങൾ ലോകത്ത് മറ്റുള്ള ആളുകളോട് പറയുമ്പോഴാണ് ആ ഇണയ്ക്ക് ഈ മനുഷ്യനിലുള്ള അല്ലെങ്കിൽ ഈ വ്യക്തിയിലുള്ള വിശ്വാസം തകർന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുവാൻ സാധിക്കുന്നത്? പലർക്കും ഒരു തവണ ഒരു ഭാര്യ വളരെ സങ്കടത്തോടുകൂടെ കൗൺസിലിംഗിന്റെ ഇടയിൽ പറഞ്ഞത്, എന്റെ ഭർത്താവ് എന്റെ പ്രശ്നങ്ങൾ എന്റെ ഭർത്താവ് കൂട്ടുകാരോട് പറയും. ആ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ശാരീരികമായി ബന്ധപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ചെറിയ അസ്വസ്ഥതകൾ അടക്കം അദ്ദേഹത്തിന്റെ കൂട്ടുകാരോട് പറയും. കൂട്ടുകാർ അത് അവരുടെ ഭാര്യമാരോട് പറയും. എന്നിട്ട് ഞങ്ങൾ കുടുംബസമേതം ഫാമിലി ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ആ ഭാര്യമാർ എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അതിയായ സങ്കടമുണ്ട്. ഒരു ഭർത്താവും ഒരു ഭാര്യയുടെയും പ്രശ്നങ്ങൾ ലോകത്ത് മറ്റൊരാളോടും സംസാരിക്കുവാൻ പാടില്ല. അത് സ്വന്തം മാതാവിനോടാണെങ്കിലും സഹോദരന്മാരോടാണെങ്കിലും പിതാവിനോടാണെങ്കിലും ആരോടാണെങ്കിലും. ആ ഭാര്യയ്ക്ക് ആവശ്യമായ ഫുൾ ഫ്ലഡ്ജ് സെക്യൂരിറ്റി കൊടുക്കേണ്ട ആളാണ്, സെക്യൂരിറ്റി ഓഫീസറാണ് ഒരു ഭർത്താവ്. അപ്പൊ ഇണയുടെ പ്രശ്നങ്ങൾ സംരക്ഷിക്കുകയും ഇണയ്ക്ക് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ, ഭർത്താവിനാണെങ്കിലും ഭാര്യയ്ക്കാണെങ്കിലും പരസ്പരം എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രൊട്ടക്ട് ചെയ്യുവാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഈ ഭർത്താവിനും ഭാര്യയ്ക്കുമാണുള്ളത്. ഇനി മറ്റൊരാൾ ഈ ഭർത്താവിന് യഥാർത്ഥത്തിലുള്ള ഒരു പ്രശ്നം ഒരു സദസ്സിൽ വെച്ച് കുറെ ആളുകൾക്കിടയിൽ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ അവിടെ ഈ ഭർത്താവിനെ പ്രൊട്ടക്ട് ചെയ്യുവാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ ഭാര്യയ്ക്കുണ്ട്. അല്ലെങ്കിൽ ഒരു ഭാര്യയെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ആ ഭാര്യയെ പ്രൊട്ടക്ട് ചെയ്യുവാനുള്ള, സംരക്ഷിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ ഭർത്താവിനുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഒരു ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം ഉണ്ടാവുക. അങ്ങനെയാകുമ്പോൾ എത്ര പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ എന്തൊക്കെ ന്യൂനതകളുള്ളവരാണെങ്കിലും ഞാൻ എന്റെ ഭർത്താവിന്റെ അടുത്ത് വളരെയധികം സേഫാണ്. എന്റെ എല്ലാ കാര്യങ്ങളും എന്റെ ഭാര്യയുടെ അടുത്ത് സേഫാണ്. രണ്ടുപേർക്കും അപ്പുറത്തേക്ക് ന്യൂനതകൾ പോവാതിരിക്കുന്ന സമയത്ത് ആ കുടുംബത്തിൽ വളരെയധികം സന്തോഷം ഉണ്ടാവുകയും പരസ്പരം വല്ലാത്ത ഒരു വിശ്വാസം വളരുകയും, എന്റെ ഏതൊരു കാര്യം വിശ്വസിച്ചുകൊണ്ട് എന്റെ ഭർത്താവിനോടും അല്ലെങ്കിൽ എന്റെ ഭാര്യയോടും എനിക്ക് പറയാം, അവൾ അപ്പുറത്തേക്ക് അത് പോവുകയില്ല എന്നൊരു വിശ്വാസത്തിലേക്ക് രണ്ടുപേരും എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും സെക്യൂരിറ്റി ഓഫീസർ എന്ന രീതിയിൽ അവരുടെ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നടക്കുകയും അവരുടെ പ്രശ്നങ്ങൾ അവരിൽ തന്നെ അവസാനിക്കുകയും ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവർക്കിടയിൽ വളരെ സന്തോഷത്തോടുകൂടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ രണ്ടുപേർക്കും ജീവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് രണ്ടുപേർക്കും ഈ ഒരു സെക്യൂരിറ്റി എഞ്ചിനീയർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഓഫീസർ എന്ന് പറയുന്ന ഈ ഒരു ജോലി വളരെ ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചാൽ രണ്ടുപേരും തമ്മിലുള്ള വിശ്വാസം വളരുകയും രണ്ടുപേരും തമ്മിലുള്ള ആത്മബന്ധം വികസിക്കുകയും ചെയ്തുകൊണ്ട് സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് ടി വി.